നമസ്കാരം. ദ എലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും ഓരോരോ ജില്ലകളിൽ UDFന്റെ LDFന്റെ NDAയുടെ ഉറച്ച സീറ്റുകൾ ഏതെല്ലാമാണ്, അവർ കടുത്ത മത്സരത്തിലൂടെ വിജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ ഏതെല്ലാമാണ്, കിട്ടില്ല എന്ന് ആ മുന്നണികൾ തന്നെ കാണുന്ന സീറ്റുകൾ ഏതെല്ലാമാണ്, അങ്ങനെ ഓരോ മുന്നണികൾക്കും ഓരോ ജില്ലയിലും എത്ര സീറ്റ് വരെ ലഭിക്കാം, എത്ര മുതൽ എത്ര വരെ ലഭിക്കാം, ഇത് നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. ഇന്ന് ഇടുക്കി ജില്ലയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 5 സീറ്റുകൾ മാത്രമാണ് ഇടുക്കിയിലുള്ളതെങ്കിലും 5 സീറ്റുകളടക്കം 2 മുന്നണികൾ തമ്മിൽ ഒരു കട്ടയ്ക്ക് പോരാട്ടം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ പോലും ഏറ്റവും നിർണായകമെന്ന് തന്നെയാണ്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് UDFന് വലിയ പ്രതീക്ഷയുള്ള ജില്ലയാണ്. അതോടൊപ്പം തന്നെ LDFനും വലിയ വേരോട്ടമുള്ള ജില്ലയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ കാർഷിക മേഖലയിലൊക്കെ LDFനും UDFനും കേരള കോൺഗ്രസുകൾക്കും ഒരുപോലെ തന്നെ വേരോട്ടമുള്ള സ്ഥലമാണ്. കോട്ടയം എന്നൊക്കെയാണ് പലപ്പോഴും കേരള കോൺഗ്രസിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ പറയുമ്പോഴും ഇടുക്കിയും കേരള കോൺഗ്രസിൻ്റെ അത്രമേൽ ഇടുക്കിയുമായി ചേർന്ന് നിൽക്കുന്ന ജില്ല തന്നെയാണ്. അല്ലെങ്കിൽ കേരള കോൺഗ്രസുകാർക്ക് കേരള കോൺഗ്രസ് എമ്മിനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുമൊക്കെ അങ്ങനെ വേരോട്ടമുള്ള ഒരു ജില്ലയാണ്. പ്രത്യേകിച്ച് PJ ജോസഫിനെ പോലെ ഒരാൾ തുടർച്ചയായി ജയിക്കുന്ന, റോഷി അഗസ്റ്റിനെ പോലെ ഒരാൾ തുടർച്ചയായി ജയിക്കുന്ന, ഇവർ രണ്ടുപേരുമാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് തുടർച്ചയായി വിജയം ആവർത്തിക്കാൻ കഴിയുന്ന 4-5 ടേമുകളായി തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഇടുക്കി ജില്ലയിലെ 2 MLAമാർ. മറ്റുള്ളിടത്തൊക്കെ MLAമാർ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെയൊക്കെ MLAമാർ പലപ്പോഴും മാറി വന്നിട്ടുണ്ട്. പഴയ മുഖങ്ങൾ വീണ്ടും മത്സരത്തിനൊക്കെ ഇറങ്ങുന്നു. KK ജയചന്ദ്രനെ പോലെയുള്ളവരൊക്കെ മത്സരത്തിനിറങ്ങുന്നു. ഇരു മുന്നണികളും ഒരുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന ജില്ലയാണ് ഇടുക്കി. അതിൻ്റെ പ്രാഥമികമായ ഡാറ്റകളിലേക്ക് ആദ്യം പോകാം. തൊടുപുഴ, ഇടുക്കി, ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട്, ഇങ്ങനെ 5 മണ്ഡലങ്ങളാണ് ഇടുക്കി ജില്ലയിലുള്ളത്. ഇന്നലെ നമ്മൾ പരിശോധിച്ച എറണാകുളത്തൊക്കെ 14 ആണെങ്കിൽ ഇടുക്കിയിൽ അതിൻ്റെ പകുതിയിൽ താഴെ മാത്രമാണ് 5 മണ്ഡലങ്ങളാണുള്ളത്. ഇതിൻ്റെ പഴയ ഒരു ചിത്രം കൂടി നോക്കാം. നമുക്ക് അവസാനത്തെ 3 വർഷം നോക്കാം. കഴിഞ്ഞ വർഷം 4-1 എന്നുള്ളതായിരുന്നു അവിടെ. അന്ന് ആകെ ഒരു സീറ്റിൽ ജയിച്ചത് UDFന്റെ ഏക സീറ്റ് എന്ന് പറഞ്ഞാൽ PJ ജോസഫിൻ്റെയാണ്. തൊടുപുഴ എന്ന് പറഞ്ഞാൽ PJ ജോസഫിന് വലിയ ഭൂരിപക്ഷമൊന്നും ഒരിക്കലും ലഭിക്കില്ല. പക്ഷേ PJ ജോസഫിൻ്റെ വിജയം എല്ലാ കാലത്തും ഉറപ്പായ ഒരു സ്ഥലമാണ്. PJ ജോസഫ് ഇത്തവണ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ നിന്ന്, കഴിഞ്ഞ ഒരു 10-30 വർഷത്തിനിടയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അബു ജോൺ ജോസഫാണ് ഇത്തവണ തൊടുപുഴയിൽ മത്സരിക്കുന്നത്. അതുമാത്രമായിരുന്നു കഴിഞ്ഞ തവണ UDF ലഭിച്ചത്. ബാക്കി 4 സീറ്റുകളും LDF തന്നെയായിരുന്നു. 2016 കഥ എടുത്തു കഴിഞ്ഞാൽ 2014 2 സീറ്റുകളുണ്ട്. ആ 2 സീറ്റ് ജയിച്ച അതേ MLAമാർ തന്നെയാണ്. അത് ഒന്ന് റോഷി അഗസ്റ്റിനും ഒന്ന് PJ ജോസഫുമായിരുന്നു. അന്ന് റോഷി അഗസ്റ്റിൻ UDFന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ 2 എന്നുള്ളത് വരുന്നത്. അതായിരുന്നു ഇതിൻ്റെ 2 വർഷ ചിത്രം. അതിനു മുമ്പ് 2011 ചിത്രവും അത് തന്നെയായിരുന്നു. 3-2 എന്നുള്ളതായിരുന്നു. ഏത് മുന്നണിയിൽ നിൽക്കുമ്പോഴും അന്ന് UDFന് ലഭിച്ചിരുന്നത് കേരള കോൺഗ്രസ് M എന്ന നിലയിൽ മത്സരിച്ചിരുന്ന റോഷി അഗസ്റ്റിനും ഇടുക്കിയിലും തൊടുപുഴയിൽ PJ ജോസഫും ജയിച്ചിരുന്നു. ബാക്കി ഉടുമ്പൻചോലയും ദേവികുളവും പീരുമേടും ഒക്കെ ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള, തോട്ടം തൊഴിലാളികളൊക്കെ വലിയ അളവിലുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. ആ മണ്ഡലങ്ങളിലൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഒരു മേൽക്കൈ നിലനിന്നിരുന്നു. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ 2001, 2006, 2011, 2016, 2021 ചിത്രമാണ് ഈ കാണുന്നത്. ഇതാണ് ഓരോ വർഷത്തെയും മണ്ഡലങ്ങൾ ജയിച്ചത്. നമുക്ക് പൂർണ്ണമായും ചുവന്ന് നിൽക്കുന്ന ഒരു മണ്ഡലം അത് ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോല പൂർണ്ണമായും ചുവന്ന് നിൽക്കുന്നതാണ്. എല്ലാ കാലത്തും ഉടുമ്പൻചോലയിൽ MM മണിയൊക്കെ ജയിച്ച, KK ജയചന്ദ്രൻ ജയിച്ചിരുന്ന മണ്ഡലം. അവിടെ പൂർണ്ണമായും ഇടതുപക്ഷത്തിന് എപ്പോഴും മേൽക്കൈയുള്ള, കഴിഞ്ഞ 25 വർഷമായി ഇടതുപക്ഷ ആധിപത്യം അതിശക്തമായിട്ടുള്ള മണ്ഡലമാണ് ഉടുമ്പൻചോല എന്ന് പറയുന്നത്. ഈ തൊടുപുഴയുടെ തൊടുപുഴ ഒരു തവണ മാത്രമാണ് LDFന് വിജയമുണ്ടായത്. അത് PT തോമസ് ആയിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ PJ ജോസഫ് ഭാഗ്യമുള്ള ഒരു നേതാവ് എന്ന് കൂടി പറയാറുണ്ട്. കാരണം PJ ജോസഫിന് ഒരു കാലത്തും അങ്ങനെ ഒരു കരുത്തനായ എതിരാളിയെ ലഭിച്ചിട്ടില്ല. ആകെ PT തോമസിനാണ് കരുത്തനായ എതിരാളിയെ കിട്ടിയത്. അന്ന് അദ്ദേഹത്തിന് പരാജയം സംഭവിക്കുകയും ചെയ്തു. മറ്റൊന്ന് ഇടുക്കിയാണ്. ഇടുക്കിയിൽ UDF LDF എന്നൊക്കെ പറയുമ്പോഴും ഈ വ്യക്തി ഒന്ന് തന്നെയാണ്. ഇതെല്ലാം റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇവിടെയെല്ലാം ജയിച്ചുകൊണ്ട്. ഇതാണ് ഈ 2 മണ്ഡലങ്ങളെ സംബന്ധിച്ചാണ് നമുക്ക് തൊടുപുഴയും ഇടുക്കിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഉടുമ്പൻചോലയെ സംബന്ധിച്ചാണ് നമുക്ക് ആ തരത്തിൽ പറയാൻ കഴിയുന്നത്. ഉടുമ്പൻചോല ഇടതുപക്ഷത്തിന് തന്നെ ജയിക്കുന്നു. മറ്റു 2 ആ 2 വ്യക്തികൾ അവർ മുന്നണി മാറിയാൽ ആ മുന്നണി മാറുമ്പോൾ ആ മുന്നണിയിൽ നിന്ന് ജയിക്കുന്നത്. അത് റോഷിക്കാണ് കൂടുതൽ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. UDFന്റെ ഭാഗമായി നിന്ന് 4 തവണയും ജയിച്ചു. 5ാം തവണയും LDFന്റെ ഭാഗമായി നിൽക്കുമ്പോഴും റോഷി അഗസ്റ്റിൻ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കുന്നു. ഇതാണ്. ഇനി നമുക്ക് ഇടുക്കിയിലെ UDFന്റെ പ്രതീക്ഷ നോക്കാം. UDF ഇക്കുറി ഉറപ്പായും പ്രതീക്ഷിക്കുന്നു തൊടുപുഴ. നമുക്കറിയാം കഴിഞ്ഞ മുൻകാലങ്ങളിലെല്ലാം അവിടെ PJ ജോസഫ് ജയിച്ച, PJ ജോസഫിന്റെ സ്വന്തം മണ്ഡലമാണ് തൊടുപുഴ. ആ തൊടുപുഴയിൽ ഇത്തവണ അദ്ദേഹത്തിന്റെ മകൻ അബു ജോൺ ജോസഫ് മത്സരിക്കുമ്പോൾ അവിടെ ഇക്കുറിയും അവർ വിജയം അവകാശപ്പെടുന്നു. ഉറപ്പായും
വിജയിക്കുമെന്ന് തന്നെയാണ് UDF കണക്കുകൂട്ടുന്നത്. 2 പീരുമേടാണ്. പീരുമേട് ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയുണ്ട് UDF-ന്. UDF അവിടെയും ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. 3 ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോല നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ കോട്ടയായി നിന്ന ഒരു മണ്ഡലമാണ്. ആ ഉടുമ്പൻചോലയിൽ ഇക്കുറി UDF-ന് വിജയം കാണാം എന്ന് കാണുന്നു. സേനാപതി വേണു അവിടെ മത്സരിക്കുന്നു. KK ജയചന്ദ്രനെതിരെ, മുൻ MLA കൂടിയാണ് ജയചന്ദ്രൻ, അദ്ദേഹത്തിനെതിരെ സേനാപതി വേണു മത്സരിക്കുമ്പോൾ ആ സേനാപതി വേണുവിന്റെ ഒരു മികവിൽ അവിടെ മണ്ഡലം പിടിക്കാൻ കഴിയും. കഴിഞ്ഞ 2 തവണയും MM മണിയായിരുന്നു. ആദ്യ തവണ 1000 വോട്ടിന് വിജയിച്ച MM മണി, രണ്ടാം തവണ കഴിഞ്ഞ തവണ വിജയിച്ചത് 10-30,000 വോട്ടിന് വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച ഒരു മണ്ഡലമാണ്. ആദ്യം കടന്നുകൂടുകയാണെങ്കിൽ രണ്ടാം തവണ വലിയ ഭൂരിപക്ഷം ജയിച്ച മണ്ഡലമാണ്. മറ്റ് 2 സാധ്യത കാണുന്ന ഇടുക്കിയും ദേവികുളവുമാണ്. അത് പ്രതീക്ഷയാണ്. അവർക്ക് മത്സരിച്ച് ചിലപ്പോൾ ഒരു ചെറിയ അനുകൂലമായ UDF അനുകൂല തരംഗമുണ്ട് എന്നുണ്ടെങ്കിൽ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ വിജയ സാധ്യത അവർ കാണുന്നുണ്ട്. അങ്ങനെ ഒരു കാരണത്തിലും തള്ളിക്കളയാൻ കഴിയുന്നൊരു മണ്ഡലമല്ല ഇടുക്കി എന്ന് തന്നെയാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. അവർ 50% ഈ 3 മണ്ഡലങ്ങൾ UDF ഉറപ്പായും ജയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുമ്പോൾ ഇവിടെ ഒരു 50% ആണ് ഇടുക്കിയിൽ കാണുന്നത്. ദേവികുളം അല്പം കൂടി കുറഞ്ഞ പെർസെൻറ്റേജ് ആണ് കാണുന്നത്. അത്രത്തോളം ഇല്ലെങ്കിലും ദേവികുളവും ഇത്തവണ ഒരു അട്ടിമറിയിലൂടെ വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ദേവികുളത്തും അവിടെ ഉണ്ട്. F രാജയ്ക്ക് അങ്ങനെ വിജയിക്കാൻ കഴിയും. S രാജേന്ദ്രൻ കൂടി മത്സരിക്കുന്ന മണ്ഡലമാണ്. S രാജേന്ദ്രൻ മുമ്പ് CPM-ന്റെ MLA ആയിരുന്നു എന്ന് ആലോചിക്കണം. ആ MLA ഇപ്പോൾ BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നു. അപ്പോൾ S രാജേന്ദ്രൻ പിടിക്കുന്ന വോട്ട് ആരുടേതാണ് എന്നതൊക്കെ ഇടുക്കിയെ സംബന്ധിച്ച് പ്രധാനമാണ്. അതോടൊപ്പം ദേവികുളത്തെ സംബന്ധിച്ച് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഈ 3 പേരുടെയും തമിഴ് വിഭാഗത്തിൽപ്പെടുന്ന വ്യത്യസ്ത കാസ്റ്റുകൾ, ഈ കാസ്റ്റുമൊക്കെ അവിടെ പ്രധാനമായി വോട്ട് ബാങ്കായി മാറാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് ഇനി നമുക്ക് നോക്കേണ്ടത് LDF-ന്റെ പ്രതീക്ഷയാണ്. LDF പക്ഷേ ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട്, ഇടുക്കി ഈ 4ഇടവും ഉറപ്പായും തന്നെ ജയിക്കുമെന്ന് കണക്കൂട്ടുന്നു. ഈ ഇടുക്കി പ്രതീക്ഷയാണ് UDF-നുള്ളതെങ്കിൽ LDF അങ്ങനെയല്ല. LDF-ന് ഉറപ്പാണ് റോഷി അഗസ്റ്റിൻ വിജയിക്കുമെന്ന് അവർ അങ്ങനെ തന്നെ കണക്കൂട്ടുന്നു. തൊടുപുഴയിൽ മാത്രമാണ് LDF അങ്ങനെ ഒരു വിജയ സാധ്യത ഒരു 50% കാണുന്നത്. ഇത്തവണ കഴിഞ്ഞ തവണയൊക്കെ PJ ജോസഫ് ജയിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു PJ ജോസഫിനെ വിജയം വലിയ ഭൂരിപക്ഷത്തിനായിരുന്നില്ല, ഒരിക്കലും ചെറിയ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നത്. അവിടെ ഇക്കുറി ഒരു അട്ടിമറി നടന്നാൽ അങ്ങനെ 4 സീറ്റ് പരമാവധി പോയാൽ 5 സീറ്റും നേടാൻ കഴിയുമെന്നുള്ളതാണ് LDF-ന്റെ പ്രതീക്ഷ. മറ്റ് മണ്ഡലങ്ങളിലേക്ക് കടക്കും മുമ്പ് നമുക്ക് നമ്മുടെ റിപ്പോർട്ടർ G ശ്രീജിത്ത് കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. G ശ്രീജിത്ത്, ഈ മണ്ഡലങ്ങളിലെല്ലാം പല തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ദീർഘകാലമായി കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തെ റിപ്പോർട്ടിംഗ് അനുഭവം കൂടി ഇടുക്കി ജില്ലയിലുള്ള ഒരു റിപ്പോർട്ടർ കൂടിയാണ്. നമുക്ക് ശ്രീജിത്തിലേക്ക് വരാം. ശ്രീജിത്ത്, നമുക്ക് ആദ്യം UDF-ന്റെ പ്രതീക്ഷ എടുത്താൽ UDF തൊടുപുഴ, പീരുമേട്, ഉടുമ്പൻചോല ഈ 3 മണ്ഡലങ്ങൾ ഉറപ്പായും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ആദ്യത്തെ മണ്ഡലം തൊടുപുഴയാണ്. തൊടുപുഴയെ സംബന്ധിച്ച് UDF-ന് PJ ജോസഫിന്റെ മണ്ഡലത്തിൽ അബു ജോൺ ജോസഫ് വരുമ്പോൾ അവിടെ അങ്ങനെ അവർ ഉറപ്പ് കാണുന്നതിൽ അർത്ഥമുണ്ടോ? തീർച്ചയായും ഒരു പരിധിവരെ അർത്ഥമുണ്ട് എന്ന് കരുതേണ്ടി വരും. പ്രത്യേകിച്ച് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ തൊടുപുഴയിൽ പോയി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. നേരത്തെ കിരൺ പറഞ്ഞ കണക്ക് പ്രകാരം അനുസരിച്ച് ഇടതുമുന്നണിയിലാണെങ്കിലും വലതുമുന്നണിയിലാണെങ്കിലും PJ ജോസഫിനോടൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമായി ഈ 2001 കണക്ക് മാറ്റിവെച്ചാൽ, 2001 ഇടതുപക്ഷത്തായിരുന്നു PJ ജോസഫ് ഉണ്ടായിരുന്നത്, ആ ഘട്ടം മാറ്റിവെച്ചാൽ PJ ജോസഫിനൊപ്പം നിൽക്കുന്നു. ആ കുടുംബവുമായി അങ്ങനെ ബന്ധമുണ്ട്. അബു ജോൺ ജോസഫ് ഏതാണ്ട് കഴിഞ്ഞ 10-12 വർഷമായി PJക്കൊപ്പം തന്നെ ആ മണ്ഡലത്തിൽ കാര്യമായി സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് നിന്നെത്തിയ സിറിയക് ചാഴിക്കാടനാണ് അവിടെ സ്ഥാനാർത്ഥിയായി LDF-ന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് എന്നുള്ളതാണ്. തൊടുപുഴയെ സംബന്ധിച്ച് വലിയ ഈ കുടുംബത്തിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള വോട്ടുകളൊക്കെ ചോരുമെന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥി റോയ് വാരിക്കാട്ട്. അദ്ദേഹം 2016 അവിടെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തവണ 2020 സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അങ്ങനെ ജോസഫിന്റെ കുടുംബത്തിൽ നിന്നടക്കം എതിർപ്പുകളുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷേ അതൊക്കെ അബു ജോൺ ജോസഫിന് ഒരു വെല്ലുവിളിയായി മാറുമെന്ന് ഈ ഘട്ടത്തിൽ എന്തായാലും കരുതാൻ വയ്യ. തൊടുപുഴ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി മാറുന്നു. പീരുമേടിനെ സംബന്ധിച്ച് കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളിലായി വളരെ ചെറിയ വോട്ടുകൾക്കാണ് അവിടെ LDF വിജയിച്ചു വരുന്ന സാധ്യതയുള്ളത്. ഇത്തവണ എന്തായാലും ഒരു അട്ടിമറി അവർ ഉറപ്പിക്കുന്നതിന് ഒരു കാരണവും ഈ വോട്ടിംഗ് പാറ്റേണും മറ്റുമാണ്. കഴിഞ്ഞ തവണ വാഴൂർ സോമൻ ജയിക്കുകയും അദ്ദേഹം ഏതാണ്ട് മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്തൊരു മണ്ഡലമാണ്. തോട്ടം തൊഴിലാളികൾക്ക് കാര്യമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. പക്ഷെ അവിടെ ഇത്തവണ കാര്യങ്ങൾ അത്രത്തോളം എളുപ്പമാണോ എന്ന സംശയം LDF-നെ സംബന്ധിച്ചും എന്തായാലും ഉണ്ട്. പക്ഷെ ഉടുമ്പൻചോല സേനാപതി വേണുവിൽ കൂടിയാണ് വലിയ പ്രതീക്ഷയിലേക്ക് അവിടെ ഉടുമ്പൻചോല കുറെ കൂടി ശ്രദ്ധിക്കുന്നത് ഈ 2 മണ്ഡലങ്ങളെക്കാൾ കൂടുതൽ ആ തരത്തിലൊരു ശ്രദ്ധയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. കാരണം MM മണി പ്രതികരിച്ച ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് KK ജയചന്ദ്രനെ പോലെ മുൻ MLA അവിടെ വീണ്ടും മത്സരത്തിന് ഇടതുപക്ഷം അണിനിരത്തുന്നു. സേനാപതി വേണുവിനെ പോലെ ചാനലിലും അല്ലാതെ പ്രവർത്തനത്തിലുമൊക്കെ അഗ്രസീവായി കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന, നന്നായി സംസാരിക്കുന്ന, നല്ല പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾ മറുപക്ഷത്ത് നിൽക്കുന്നു. അവിടുത്തെ ഒരു കണക്ക്
ഈ 11 കണക്ക് 2011 കെ ജയചന്ദ്രൻ അവിടെ 9833 വോട്ടിനാണ് വിജയിച്ചത്. 2016 എം എം മണി എത്തുമ്പോൾ എം എം മണി കേരളത്തിൽ വലിയ ജനപ്രിയനായ നേതാവൊക്കെ ആയിരുന്നതിന് ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ജനപ്രിയനായി ഉയർന്നതിൻ്റെ ഒരു മന്ത്രിയായ ശേഷമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ആ തരത്തിലൊരു ജനപ്രീതി മറ്റു തരത്തിൽ കൂടി വന്ന് അദ്ദേഹം ഒരു അനിഷേധ്യ നേതാവായി വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഒട്ടേറെ വിവാദങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അന്ന് 2014 കഷ്ടിച്ചാണ് അദ്ദേഹം ജയിക്കുന്നത്. 1109 വോട്ടിന് മാത്രമാണ് അദ്ദേഹം ജയിക്കുന്നത്. ആ തവണ അദ്ദേഹം വൈദ്യുതി മന്ത്രിയാവുന്നു. വൈദ്യുതി മന്ത്രിയായ ശേഷമൊക്കെ എം എം മണിയുടെ ഗ്രാഫ് ഉയർന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എം എം മണിയെ പോലെ സാധാരണഗതിയിൽ വിദ്യാഭ്യാസത്തിൽ കുറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ദങ്ങളോട് പടവെട്ടിയ ഒരാൾ ഇങ്ങനെ ഒരു സുപ്രധാന വകുപ്പ് എടുക്കുകയും ആ വൈദ്യുതി വകുപ്പ് വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ 38,305 വോട്ട് കിട്ടി. നമുക്ക് ഈ കഴിഞ്ഞ തവണത്തെ 38,305 വോട്ടിൻ്റെ ഭൂരിപക്ഷം വെച്ച് ഈ തവണത്തെ ഈ കെ ജയചന്ദ്രനും സേനാപതി വേണുവും തമ്മിലുള്ള മത്സരത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? വലിയ വ്യത്യാസമാണ് ഉള്ളത് കിരൺ. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു പ്രത്യക്ഷത്തിൽ ഒരു നോട്ടം നോക്കിയാൽ അതങ്ങനെ എളുപ്പമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ പ്രതീക്ഷ എത്രത്തോളം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ സേനാപതി വേണു എന്ന സ്ഥാനാർത്ഥിയുടെ മികവ് അവർ വളരെ പ്രധാനപ്പെട്ട ഘടകമായി കാണുമ്പോൾ അവിടെ മുൻ MLA-യും ചിരപരിചിതനുമായ നേതാവാണ് കെ ജയചന്ദ്രൻ എന്നുള്ളതാണ് അപ്പുറത്തു നിൽക്കുന്ന ഒരു വെല്ലുവിളി. അതുകൊണ്ട് തന്നെ അങ്ങനെ ചുവന്നു നിൽക്കുന്ന ഒരു മണ്ഡലം പെട്ടെന്ന് മാറുമോ എന്ന സംശയം ബാക്കിയാണ്. പക്ഷേ നമുക്ക് എടുത്തു കാണാൻ കഴിയുന്ന മറ്റൊരു സവിശേഷത, ഇപ്പോൾ കോട്ടയം ജില്ലയിലെ തന്നെ കടുത്തുരുത്തി മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം 4000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് UDF കൊണ്ടെത്തിക്കാൻ 42,000-ൽ നിന്ന് 4,000-ലേക്ക്, അതായത് അത്ര വലിയൊരു ഇടിവ് കൊണ്ടെത്തിക്കാൻ രാഷ്ട്രീയ കാരണങ്ങൾ പലതാണ്. നമ്മൾ അത്രയും വിശദമായി പോകുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഭൂരിപക്ഷം ഇടിക്കുക എന്നൊക്കെയുള്ളത് പല മണ്ഡലങ്ങളിലും അങ്ങനെ കാണിക്കാറുണ്ട്. പക്ഷേ ഈ ഉടുമ്പൻചോലയെ സംബന്ധിച്ച് അത് എത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നതാണ് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. ഇവരുടെ എല്ലാം പ്രതീക്ഷ ഇപ്പോൾ ഇടുക്കിയിൽ 5 സീറ്റും ലഭിക്കുമെന്നൊക്കെ പല കോൺഗ്രസ്സുകാരും പറയാറുണ്ട്. പക്ഷേ അത്രത്തോളം വലിയൊരു തരംഗം UDF അനുകൂലമായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഉടുമ്പൻചോലയും വീണേക്കാം ഉള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് വളരെ ഒരുപക്ഷെ 2 സ്ഥാനാർത്ഥികളും പരിചിതരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അത്യാവശ്യം നല്ല ഫൈറ്റിലേക്ക് അവിടെ പോയേക്കാം. പക്ഷെ അത് ഒരു ഇടത് മണ്ഡലം അല്ലാതായി മാറുമോ എന്ന സംശയം അവിടെ ബാക്കിയാണ്. കിരൺ, ശ്രീത്ത് പറഞ്ഞ ആ കണക്കിൽ തന്നെയാണ് LDF-ന്റെ പ്രതീക്ഷയും വെക്കുന്നത്. LDF രണ്ടാമതായി, ദേവികുളം കഴിഞ്ഞാൽ രണ്ടാമതായി തന്നെ കാണുന്നത് ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോലയിൽ LDF ഉറപ്പിച്ച് പറയുന്നു ഞങ്ങളുടെ വിജയം ഉറപ്പാണ് എന്നുള്ളത്. ഈ ഉടുമ്പൻചോല മണ്ഡലത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു പ്രത്യേകത. അത് UDF-ഉം ഉറപ്പിച്ച് അവിടെ വിജയം പ്രതീക്ഷിക്കുന്നു. UDF-ന്റെ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ LDF-ഉം ആ തരത്തിൽ തന്നെയാണ് ഉടുമ്പൻചോലയിൽ വിജയം പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു സാധ്യതാ മണ്ഡലം ഇടുക്കിയാണ്. ഇടുക്കിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത അത് റോഷി അഗസ്റ്റിന്റെ മണ്ഡലമാണ് ഇടുക്കി. മന്ത്രിയായിരുന്ന കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി ജോസ് കെ മാണി പരാജയപ്പെടുകയും റോഷി അഗസ്റ്റിൻ മന്ത്രിയാവുകയും ഒക്കെ ചെയ്തു. പാലക്കാരനാണ് റോഷി അഗസ്റ്റിൻ. പക്ഷേ പാലക്കാരനായ റോഷി അഗസ്റ്റിൻ മത്സരിക്കുന്നത് ഇടുക്കിയിലാണ്. പക്ഷേ ഇടുക്കിയെ സംബന്ധിച്ച്, ആ മണ്ഡലത്തെ സംബന്ധിച്ച് അത്രത്തോളം നേരിട്ട് പരിചയമുള്ള അല്ലെങ്കിൽ അത്രത്തോളം അവിടെ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ് റോഷി അഗസ്റ്റിൻ. 2011 15,806 ഭൂരിപക്ഷമെങ്കിൽ 2016 9,333 കഴിഞ്ഞ തവണ 5,573 വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത്. ഇതിൽ ഈ ഒരു LDF-ന്റെ ഒരു കണക്ക് മാത്രം ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ അത് ഈ സമയത്ത് അദ്ദേഹം LDF ആയിരുന്നു. 62,368 വോട്ട് കിട്ടുമ്പോൾ അദ്ദേഹം LDF ആയിരുന്നു. UDF-ന് 56,795 വോട്ടാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 5,573 ആയിരിക്കുന്നു. ഈ എം എം മണി മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഗ്രാഫ് വല്ലാതെ ഉയർന്നു. അദ്ദേഹത്തിന് എതിരാളികളില്ലാത്ത രീതിയിലേക്ക് വലിയ പിന്തുണയുണ്ട്. റോഷി അഗസ്റ്റിന് പക്ഷേ മന്ത്രിയായ ശേഷം അങ്ങനെയല്ല. റോഷിയെ ഇത്തവണ വീഴ്ത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവിടെ പ്രധാനമായും നിൽക്കുന്നത്. റോയ് കെ പൗലോസിനെ പോലെ പരിചയസമ്പന്നനായ ഒരു നേതാവ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഇക്കുറി റോഷി വീഴും. അതോടൊപ്പം തന്നെ റോഷി നേരത്തെ ഇടതുമുന്നണി UDF-ലേക്ക് വരുന്നത് സംബന്ധിച്ച അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ, അതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നൊക്കെ ഒരു വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് UDF. അപ്പോൾ ആ UDF-ന് ആ പ്രതീക്ഷയ്ക്ക് റോഷിയുടെ ഇളക്കാനാവാത്ത 6ാം തവണയും വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായി തന്നെ ഇടുക്കി തുടരുമോ? അതോ UDF-ന്റെ പ്രതീക്ഷയ്ക്കൊപ്പം റോയ് കെ പൗലോസിന് അട്ടിമറിക്കാനുള്ള സാധ്യതകൾ, അവർ കാണുന്ന സാധ്യത എത്രത്തോളമുണ്ട്? കിരൺ, ഒരു പരിധി വരെ ഇടുക്കിയിൽ അങ്ങനെ ഒരു വളരെ ശക്തമായ മത്സരം നടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. UDF-ന്റെ പ്രവചനങ്ങൾ, പ്രതീക്ഷകൾ ഒരല്പം യാഥാർത്ഥ്യബോധത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നത് ഇടുക്കി ഒരു UDF അനുകൂല മണ്ഡലമായി പല കാലങ്ങളായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ഒരു തവണ ഇടത് തരംഗത്തിൽ വിജയിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് കിരൺ നേരത്തെ ചൂണ്ടിക്കാണിച്ച പല കാരണങ്ങളും അവിടെയുണ്ട്. മന്ത്രിയായ ശേഷമുള്ള റോഷി അഗസ്റ്റിനെതിരെ വലിയ താഴെത്തട്ടിൽ വലിയ പ്രചരണം നടത്താൻ അവിടുത്തെ UDF ക്യാമ്പ് കാലങ്ങളായി ശ്രമിച്ചിരുന്നു. ശരിയാണ്, റോഷി എല്ലാവരോടും സംസാരിക്കുന്നു, മിണ്ടുന്നു. പക്ഷെ താഴെത്തട്ടിലെ പല പ്രവർത്തനങ്ങളിലും
മണ്ഡലത്തിലെ വികസനത്തിൽ റോഷി ശ്രദ്ധിച്ചിട്ടില്ല എന്ന ആരോപണമാണ് എതിരാളികൾ പ്രചരിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ്. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഇതൊരു UDF മണ്ഡലമാണ് എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ് ആ സീറ്റ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുത്ത് ഒരു ശക്തമായ മത്സരം നടത്തുമ്പോൾ അവിടെ ജയിക്കാൻ കഴിയുമെന്ന് അവർ കോൺഫിഡൻസ് പ്രതീക്ഷിക്കുകയാണ്. രണ്ടാമത് ഇടുക്കിയിലൂടെ കഴിഞ്ഞ കുറെ കാലങ്ങളായി സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സഭകൾ, പ്രത്യേകിച്ച് ഇടുക്കി രൂപതയൊക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളായി സർക്കാരിനെതിരെ പല വിഷയത്തിൽ താഴെ തട്ടിൽ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന ഇത് നമുക്ക് പലതരത്തിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, അതിലൊക്കെ കുറെ കൂടി ഇടപെടാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. വന്യമൃഗ ശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നത്തിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ താഴെ തട്ടിൽ ഗ്രൗണ്ട് ലെവലിൽ എത്രത്തോളം പരിഹാരമുണ്ടായി, ജനങ്ങളെ നേരിട്ട് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് റോഷിയുടെ വിജയത്തിൽ അല്ലെങ്കിൽ പരാജയത്തിലൊക്കെ വളരെ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇടുക്കി ഒരു ഞാണിന്മേൽ കളിയായി ഇത്തവണ മാറുകയാണ്. കിരൺ, ശരി, എന്തായാലും നമുക്ക് ഇടുക്കിയടക്കം വിശദമായി പരിശോധിച്ചു. ഇടുക്കിയിലടക്കം ഇപ്പോഴും അങ്ങനെ ഒരു ഉറപ്പ് എന്ന തരത്തിലേക്ക് റോഷി തന്നെ വിജയിക്കുമെന്ന തരത്തിലേക്കല്ല, അവിടെ ചില കടുത്ത മത്സരം തന്നെ നടക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. പക്ഷേ അപ്പോഴും ഒരു മേൽക്കൈ റോഷി അഗസ്റ്റിന് ആ മേൽക്കൈ ഇപ്പോഴും അവിടെ ഉണ്ട്. കാരണം ദീർഘകാലമായി ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ കോൺഗ്രസ് അത് ഏറ്റെടുത്തോടുകൂടി അത് കോൺഗ്രസ് അനുകൂല മണ്ഡലം എന്ന നിലയ്ക്ക്, കാലങ്ങളായി UDF ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം എന്ന നിലയ്ക്ക് അവിടെ റോഷിയായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ പോലും UDF ജയിച്ചിരുന്ന ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് ഒരു പ്രതീക്ഷ കോൺഗ്രസും കാണുന്നുണ്ട്. നമുക്കിനി മറ്റ് LDFിൻ്റെ പ്രതീക്ഷകളിലേക്കും സാധ്യതകളിലേക്കും കൂടി പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. Wants to know what's the best way to grow? Let's go. Go farther. So far ahead that the competition can't spot you. Let alone catch you. And grow your audience's insight. Because stocks may go up or down, but knowledge is invaluable. Go. Assemble the A-team. The ones who reach the top and then keep going. Go into uncharted territories. Blur the lines between media and technology and watch as you make wealth grow. Go, build partnerships with the very best and grow your voice because the world needs India's perspective more than ever. Go, hustle your way into India's pulsing creator economy and then transform the whole ecosystem. Go into India's heartland. Speak her languages, tell her stories. Grow her ambitions. Go. Make a difference. Create a platform for policymakers, trendsetters, and change makers. Because the only way to grow is to grow together. We are Network 18, and we are always on the go. Enabling India to grow. നമുക്ക് ഇടുക്കിയിലെ വിവിധ മണ്ഡലങ്ങളാണ് പരിശോധിക്കുന്നത്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ദേവികുളമാണ്. ദേവികുളത്തെ സാധ്യതാ ലിസ്റ്റിലാണ് UDF പെടുത്തിയിരിക്കുന്നത്. UDFിന് ഒരു മത്സരമുണ്ട്, ഒരു അനുകൂല തരംഗമുണ്ടെങ്കിൽ ദേവികുളം പിടിക്കാം എന്ന് അവർ കാണുന്നു. പക്ഷേ ഏറ്റവും അവസാനത്തെ മണ്ഡലമായി തന്നെയാണ് ദേവികുളത്തെ അവർ കാണുന്നത്. F രാജയാണ് മത്സരിക്കുന്നത്. അവിടെ നേരത്തെ LDFിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേവികുളം അവർ ഒന്നാമതായി തന്നെ വിജയിക്കും എന്ന്, രാജ ഒന്നാമതായി വിജയിക്കുമെന്ന് LDF ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. അവിടെ യാതൊരു സംശയവും LDFിനില്ല. അങ്ങനെ ദേവികുളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അട്ടിമറി ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ, അങ്ങനെ ഒരു ആശങ്ക പോലും അവർക്കില്ല. പക്ഷേ UDFിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. UDF ഏറ്റവും അവരും അവസാനമാണ് കാണുന്നതെങ്കിൽ അവരൊരു സാധ്യത എന്ന നിലയ്ക്ക് തന്നെ ദേവികുളം കാണുന്നുണ്ട്. ദേവികുളത്തിനൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ദേവികുളത്തെ ദീർഘകാലം പ്രതിനിധീകരിച്ചിരുന്ന എസ് രാജേന്ദ്രൻ തവണ മത്സരിക്കുന്നത് CPM നേതാവായിരുന്ന എസ് രാജേന്ദ്രൻ മത്സരിക്കുന്നത് 2001-ലും 2006-ലും കഴിഞ്ഞ 2021-ലൊഴികെ അതിനു മുമ്പിലുള്ള 3 തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച എസ് രാജേന്ദ്രൻ മത്സരിക്കുന്നത് BJP NDA സ്ഥാനാർത്ഥിയായിട്ടാണ് എസ് രാജേന്ദ്രൻ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ വിജയിച്ച എ രാജയും F രാജയുമാണ് LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികളായി വരുന്നത്. ഇവിടെ ശ്രീജിത്ത്, ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ എസ് രാജേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ ആരുടേതായിരിക്കും എന്നത് ഇടുക്കിയെ സംബന്ധിച്ച് വിജയത്തിന് എ രാജയുടേതായാലും F രാജയുടേതായാലും വിജയത്തിൽ നിർണായകമാകാൻ എത്രത്തോളം സാധ്യതയുണ്ട്?
കിരൺ, അത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. നമുക്കറിയാം, ഒരു MLA ആയിരുന്നവർ അവർ ജനപ്രതിനിധികൾ എന്ന നിലയിൽ താഴെത്തട്ടുള്ള ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ള സഹായങ്ങൾ, വ്യക്തിപരമായ ഇടപെടലുകൾ, തോട്ടം മേഖലയിൽ അടക്കമുള്ള, നമുക്കറിയാം രാജേന്ദ്രന്റെ പ്രവർത്തനം അക്കാലത്ത് അത്രത്തോളം ഇതായിരുന്നു. ഈ കയ്യേറ്റ മേഖലയുമായൊക്കെ ബന്ധപ്പെട്ട ആ ജനങ്ങളുടെ, ആ പ്രദേശത്തെ തൊഴിലാളികളുടെയും അല്ലെങ്കിൽ ഹോട്ടൽ ഉടമകളുടെയും ഒക്കെ പ്രശ്നത്തിൽ ആ തരത്തിൽ നിന്നുകൊണ്ട് ഒരു പക്ഷേ പൊതുസമൂഹം എന്താഗ്രഹിക്കുന്നു അതിനെതിരായൊക്കെ നിന്നുകൊണ്ടാണ് രാജേന്ദ്രൻ അവിടെ പ്രവർത്തിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ അതിന്റെ ഗുണം അവിടെ ആ നിലയിലുള്ള ജനപ്രതിനിധികൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാജേന്ദ്രൻ പ്രാദേശികമായുള്ള പ്രവർത്തനത്തിൽ സുപരിചിതനാണ്, പ്രവർത്തന പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് രാജേന്ദ്രൻ ഒരുപക്ഷെ വോട്ടുകൾ തനിക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ തന്നെ കുറച്ചെങ്കിലും പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. അതൊരു പരിധിവരെ ഇടതുമുന്നണി വോട്ടുകളിലേക്ക് ആയിരിക്കാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടത് വോട്ടുകളാണ് അത് എന്നുള്ളതാണ്. കാരണം ഇടത് വോട്ടുകളിലേക്ക് അത്രത്തോളം കടന്നു ചെല്ലുക അത്ര എളുപ്പമുള്ളതല്ല. അത് പരമ്പരാഗതമായി അങ്ങനെ പാർട്ടി ചിഹ്നം നോക്കിയൊക്കെ വോട്ട് ചെയ്യുന്നവരാണ് ഇടത് പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ രാജേന്ദ്രൻ എത്രത്തോളം അതിന് സാധിക്കും എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ വ്യക്തി ജീവിതത്തിൽ രാജേന്ദ്രൻ ചെലുത്തിയിട്ടുള്ള സ്വാധീനം, ദേവികുളത്തെ ജനങ്ങളുടെ, തോട്ടം തൊഴിലാളികളുടെ, അതൊക്കെ സാധാരണ മനുഷ്യരാണ്, അവരുടെ ജീവിതത്തിൽ രാജേന്ദ്രൻ ചെലുത്തിയിട്ടുള്ള സ്വാധീനമാണ് ഇതിൽ പ്രധാനമായി കാണുക. മറ്റൊരു പ്രധാനപ്പെട്ട കൗതുകം, രാജയും എഫ് രാജയും ഈ കേരളത്തിൽ പലയിടത്തും പല മണ്ഡലങ്ങളിലും അപരന്മാരില്ലെങ്കിലും ഇങ്ങനെ പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾ തന്നെ ഒരേ പേരിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് കൗതുകം നിറയ്ക്കുന്ന ഒന്ന് തന്നെയായി മാറിയിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ ബാധിക്കുമോ എന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ ചിഹ്നം നോക്കി വോട്ട് ചെയ്യാനെല്ലാം പരിചയസമ്പന്നരാണ് ഇടത് പ്രവർത്തകർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഒരു പക്ഷേ ഇപ്പോഴുള്ള കണക്കുകൂട്ടൽ അനുസരിച്ച് കോൺഗ്രസ് പോലും ഒരല്പം ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയായി വിൽക്കുന്ന മണ്ഡലമായി ദേവികുളം മാറുമ്പോൾ വലിയ ഡാമേജ് അവിടെ ഇടതുമുന്നണിക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കണക്കാക്കേണ്ടി. എപ്പോഴും ശ്രീധരന്റെ കൂടി അഭിപ്രായത്തിൽ ദേവികുളത്തെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സാധ്യത അവസാനമായിട്ടാണ് കാണുന്നത്. പക്ഷേ ദേവികുളം LDFന്റെ സാധ്യത ഉറപ്പ് ഒന്നാമതായി തന്നെയാണ് കാണുന്നത്. ദേവികുളത്തെ S രാജേന്ദ്രന്റെ പ്രഭാവത്തിന് പോലും വ്യക്തിപരമായ വോട്ടിനെ മറികടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ വോട്ടുകളുള്ള ഒരു സ്ഥലമാണ് ദേവികുളം. അതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി എപ്പോഴും അവരുടെ ഒന്നാമത്തെ മണ്ഡലമായി തന്നെ ദേവികുളത്തെ കാണുന്നത്. പരമ്പരാഗതമായി തന്നെ ദേവികുളത്ത് ഒരു ഇടതു കോട്ടയായി നിൽക്കാനുള്ള, അല്ലെങ്കിൽ ഇടതു പാർട്ടികൾക്ക് ആ മട്ടിൽ വോട്ടുള്ള, പാർട്ടി ചിഹ്നത്തിൽ ആര് മത്സരിച്ചാലും വോട്ട് ചെയ്യാൻ കഴിയുന്ന വോട്ടർമാരൊക്കെ ഉള്ള മണ്ഡലമാണ്. നമുക്ക് ഇനി ആകെ ഇടുക്കി ജില്ലയുടെ രണ്ടുപേരുടെയും ഒരു സാധ്യതകൾ കൂടി പരിശോധിക്കാം. ഇടുക്കി ജില്ലയിൽ UDF കാണുന്നത് പരമാവധി ഏറ്റവും കുറഞ്ഞത് 3 സീറ്റാണ് കാണുന്നത്. പരമാവധി പോയാൽ 4 or 5 വരെ അത് വർദ്ധിക്കാൻ, മുഴുവൻ സീറ്റുകളും പിടിക്കാനുള്ള സാധ്യതകൾ അവർ കാണുന്നു. പക്ഷേ 3 സീറ്റ് ഉറപ്പാണ് എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ച് നിൽക്കുന്നത്. ഈ 3 സീറ്റിൽ UDFന്റെ വിജയം ഉറപ്പാണെന്ന് കാണുന്നത്. പക്ഷേ LDF കാണുന്നത് അങ്ങനെയല്ല. LDF 4 സീറ്റിൽ വിജയം ഉറപ്പിച്ചു തന്നെ കാണുന്നു. അവർ തൊടുപുഴ മാത്രമാണ് വിട്ടിരിക്കുന്നത്. തൊടുപുഴ കഴിഞ്ഞ തവണയും അതിന് മുമ്പിൽ തവണയും ഒന്നും തൊടുപുഴ അങ്ങനെ LDFന് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല. അത് PJ ജോസഫിന്റെ മണ്ഡലമാണ്. ആ PJ ജോസഫിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മകനെ ഇത്തവണ അതൊരു സാധ്യത എപ്പോഴും കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ കുടുംബത്തിന്റെ, അദ്ദേഹത്തിന് വ്യക്തിപരമായി കിട്ടുന്ന വോട്ടുകളൊക്കെ അബു ജോൺ ജോസഫിനെ ആ മട്ടിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സാധ്യതയെ കാണുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ദേവികുളവും ഉടുമ്പൻചോലയും പീരുമേടും ഇടുക്കിയും ഉറപ്പിച്ചു തന്നെയാണ് കാണുന്നത്. എന്തായാലും ഇടുക്കിയെ സംബന്ധിച്ച് 5 സീറ്റുകളിൽ LDFന്റെ പ്രതീക്ഷ അനുസരിച്ച് 4 സീറ്റ് ഉറപ്പാണ്. UDFന്റെ പ്രതീക്ഷയാണെങ്കിൽ 3 സീറ്റുകൾ ഉറപ്പാണ്. അപ്പോഴും അവിടെ ഒരു ചെറിയ മേൽക്കൈ ഇപ്പോഴത്തെ രണ്ടുപേരുടെ കണക്കുകൂട്ടലുകളിലും അവിടെ LDFന് തന്നെയാണ് ചെറിയൊരു മേൽക്കൈ കാണുന്നത്. പക്ഷേ അതിനപ്പുറം ഒരു തരംഗമുണ്ടായാൽ അട്ടിമറി സാധ്യത UDF ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും രണ്ട് മുന്നണികളും ഈ 70-75 വെച്ചൊക്കെ കണക്കൂട്ടുന്ന ഘട്ടത്തിൽ ഇവിടെ കിട്ടുന്ന ഒരു സീറ്റ് പോലും പരമപ്രധാനമായി മാറാൻ, നിർണായകമായി മാറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏകദേശം ഒരു ചിത്രം രണ്ട് പാർട്ടികളുടെയും കണക്കൂട്ടലുമൊക്കെ പ്രേക്ഷകർ കൂടി പങ്കുവെക്കാൻ കഴിഞ്ഞുവെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ മറ്റൊരു ജില്ലയുടെ മറ്റൊരു വിശദമായ സാധ്യതകളും പ്രതീക്ഷകളുമായി എത്തും ദ ഇലക്ഷൻ ചാനൽ. Renergy presents The Election Channel, brought to you by Renergy Systems India Private Limited.